ഹലോ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി തോപ്പിൽ ഭാസി തിരക്കഥ എഴുതി KS സേതുമാധവൻ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ സിനിമയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. സത്യൻ, ഷീല, പ്രേം നസീർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി പ്രത്യക്ഷപ്പെടുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അരങ്ങേറ്റ സിനിമ കൂടിയാണിത്. ഈ സിനിമയുടെ ചിത്രീകരണത്തിന്റെ അവസാന ഭാഗം എത്തിയപ്പോഴേക്കും ക്യാൻസർ ബാധിതനായ സത്യൻ മരിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രവാചകന്മാരെ പറയൂ എന്ന എക്കാലത്തെയും ഹിറ്റായ ആ പാട്ട് സീൻ ചിത്രീകരിക്കുന്നത്. പക്ഷേ വളരെ മനോഹരമായി എഡിറ്റിംഗിലൂടെ സ്റ്റോക്ക് ഷോട്ടുകൾ ഉപയോഗിച്ച് MS മണി എന്ന എഡിറ്ററുടെ കരവിരുതിലൂടെ ദൃശ്യാവിഷ്കരിച്ചതാണ് നമ്മൾ കാണുന്ന ആ ഗാനരംഗം. സത്യന്റെ അസാന്നിധ്യത്തിൽ വയലാർ ദേവരാജൻ ടീമിന്റെ ആ ക്ലാസിക് ഗാനം ചിത്രീകരിക്കുന്നത് എങ്ങനെ എന്നതായിരുന്നു സംവിധായകൻ സേതുമാധവന്റെ വെല്ലുവിളി. എന്നാൽ ആ ദൗത്യം താൻ ഏറ്റെടുത്തോളാം എന്നതായിരുന്നു മണിയുടെ നിലപാട്. അങ്ങനെ അഗാധമായ അർത്ഥതലങ്ങളുള്ള ആ ഗാനം സ്റ്റോക്ക് ഷോട്ടുകൾ ഉപയോഗിച്ച് ഔചിത്യപൂർണമായി ദൃശ്യാവിഷ്കാരം നൽകുകയായിരുന്നു MS മണി എന്ന വിദഗ്ധനായ ചിത്ര സംയോജകൻ. അന്ന് MS മണിയുടെ അസിസ്റ്റന്റ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന പ്രശസ്ത സംവിധായകൻ ഹരിഹരന് മറക്കാനാവാത്ത അനുഭവപാഠമായിരുന്നു അത്. നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ദൃശ്യശകലങ്ങൾ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കുമ്പോൾ പാട്ടിന്റെ വരികളുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഓരോ ഷോട്ടും ചെയ്തു വെച്ചിരിക്കുന്നത്. ചെല്ലപ്പന്റെ ഉള്ളിലെ നിസ്സഹായതയും ആത്മരോഷവും ആകാംക്ഷയും ഒക്കെ വായിച്ചെടുക്കാൻ പറ്റും സത്യന്റെ ചലനങ്ങളിൽ നിന്ന്. ഇന്ന് കാണുമ്പോൾ പാട്ടിന് ഇണങ്ങും വിധം ഷൂട്ട് ചെയ്ത രംഗം എന്നേ തോന്നും. അതായിരുന്നു MS മണിയുടെ മാജിക്. ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മാന്ത്രികർ കൂടിച്ചേർന്നാലാണ് മലയാള സിനിമയുടെ ചരിത്രം പൂർണ്ണമാകുന്നത്. കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന താരങ്ങളെ മാത്രമേ നമ്മിൽ പലരും ഓർക്കുന്നുള്ളൂ. അണിയറയിൽ വിയർപ്പൊഴുക്കിയവരുടെ ത്യാഗങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.